സുഹൃത്തുക്കളെ നമസ്കാരം. ഒരു പുതിയ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും പോപ്പുലറായ പിക്നിക് സ്പോട്ട് ഏതാണ്? എൻ്റെ ഉത്തരം ലുലു മാൾ എന്ന് തന്നെയാണ്. അവിടുത്തെ തിരക്ക് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മളെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരികയാണല്ലോ. അതോടൊപ്പം ലുലുവിൻ്റെ 2ാം വാർഷികവുമാണ്. അപ്പോൾ അവിടെ കുറേ ഡിസ്കൗണ്ട് ഓഫറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കാം എന്ന് കരുതി ഈ ഞായറാഴ്ച ഞങ്ങൾ ലുലു മാൾ വരെ ഒന്ന് പോയി. അതായത് ഡിസംബർ 17 ഞായർ. അപ്പം അവിടെ കണ്ട തിരക്കുകളും കാഴ്ചകളും നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞങ്ങൾ ആനേറയിൽ നിന്നും ലുലുവിലേക്ക് കയറുന്ന സർവീസ് റോഡിലാണ്. ഈ റോഡിൽ നല്ല തിരക്കുണ്ട്. ബൈപ്പാസിന്റെ സൈഡിൽ തന്നെ ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാകും ലുലുവിനകത്ത് കട്ട തിരക്കാണെന്ന്. ചെറുതായി മഴയും ചാറുന്നുണ്ട്. ഇന്ന് ഈ ഞായറാഴ്ച തിരുവനന്തപുരത്ത് മുഴുവൻ സമയവും മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലുലുമാളിലേക്ക് കയറുവാനുള്ള വരിയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മാളിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മാളിലെ പാർക്കിംഗ് ലോട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നല്ല ഒരു ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. പല സൈഡുകളിൽ നിന്നും വാഹനങ്ങൾ കയറി വന്ന് നിരനിരയായി കിടക്കുന്നു. കാര്യമായി ഒന്നും തന്നെ മൂവ് ചെയ്യുന്നില്ല. ഞങ്ങൾ വരിയിലങ്ങനെ കിടന്നു. ഇങ്ങനെ കിടക്കുവാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പല വണ്ടികളിൽ നിന്നും യാത്രക്കാർ ഇറങ്ങി കുടയും പിടിച്ച് മാളിലേക്ക് പോയി തുടങ്ങി. ഇത് കണ്ട് വണ്ടിയിലുണ്ടായിരുന്ന കുട്ടികളും കുടയും എടുത്ത് നേരെ മാളിലേക്ക് വെച്ച് പിടിച്ചു. എന്തിനാ സമയം വെറുതെ കളയുന്നത്? അവരുടെ ഷോപ്പിംഗ് നടക്കട്ടെ. അങ്ങനെ കിടന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വണ്ടികൾ മൂവ് ചെയ്ത് തുടങ്ങി. ഞങ്ങളങ്ങനെ മാളിനുള്ളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ആദ്യം കണ്ട ആ പാർക്കിംഗ് ലോട്ടിലോട്ട് തന്നെ ഇടിച്ചങ്ങ് കയറ്റി വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് നേരെ മാളിനകത്തേക്ക് നടന്നു. ചെന്ന് കയറുമ്പോൾ തന്നെ ഇതുപോലെ ഒരു പടുകൂറ്റൻ ക്രിസ്മസ് ട്രീയാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. അതിൽ ധാരാളം ചെറിയ സ്റ്റാറുകളും മറ്റും വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. 3ാമത്തെ ഫ്ലോർ വരെ എത്തുന്ന രീതിയിൽ വളരെ വലിയ ഒരു ക്രിസ്മസ് ട്രീ തന്നെയാണിത്. ലുലുവിൻ്റെ 2ാം ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഒരു ബോർഡ് നമുക്കിവിടെ കാണാം. ഇത് പ്രമാണിച്ച് ഇതിൻ്റെ ഏട്രിയത്തിൽ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ ഡിസ്കൗണ്ട് സെയിൽ ഉണ്ട്. അവിടെ വളരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഒരുവിധം നല്ല ഡിസ്കൗണ്ട് എല്ലാത്തിനും തന്നെ കൊടുക്കുന്നുമുണ്ട്. ഏട്രിയം പിന്നിട്ട് നേരെ ഹൈപ്പർ മാർക്കറ്റ് സൈഡിലേക്ക് നടന്നു. കമനീയമായ ദീപാലങ്കാരം തന്നെയാണിത്. മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം കാണുവാനായി നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു ഞായറാഴ്ചയും കൂടി ആയതിനാൽ വളരെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലാണ്. നോക്കൂ, എന്തുമാത്രം ജനക്കൂട്ടമാണ് ഇവിടെ. പക്ഷേ കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്നുള്ളതിനാൽ ഞങ്ങളും അതിനകത്തേക്ക് ഇടിച്ച് കയറുവാൻ തീരുമാനിച്ചു.
ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ഒരു നല്ലൊരു ക്രിസ്മസ് പാപ്പയുണ്ട്. അതിൻ്റെ മുമ്പിൽ നിന്ന് ആളുകളെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഹൈപ്പർ മാർട്ടിനകത്തും ധാരാളം സ്റ്റാറുകളും മറ്റുമിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഹൈപ്പർ മാർട്ടിൽ നിന്നും ഇറങ്ങി നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. ഫുഡ് കോർട്ടിൽ നിന്നുമുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. 3ാമത്തെ നിലയിൽ നിന്നുമുള്ള വ്യൂ ആണ്. എങ്ങും ജനത്തിരക്ക് തന്നെയാണ്. ധാരാളം ദീപാലങ്കാരങ്ങളുമുണ്ട്. ഇത് 3ാമത്തെ ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ്. അതിഗംഭീരമായിരിക്കുന്നു ഇവിടുത്തെ ദീപാലങ്കാരം. അത് പറയാതെ വയ്യ. നമ്മളങ്ങനെ വെളിയിലോട്ട് ഇറങ്ങാനുള്ള ക്യൂവിലാണ്. പടപടാന്ന് പറഞ്ഞ് വണ്ടികൾ കിടപ്പുണ്ട്. ഈ തിരക്കിലൊക്കെ കിടക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ ലുലു മാളിലോട്ട് വരിക, അല്ലെങ്കിൽ വല്ല ചാലേനും പോവുക.